ഇതാ ഇതാണ് നമ്മുടെ ഷ്വാർട്സ്കോപ്പ് സ്ട്രെയിറ്റ് തെറാപ്പി സെറ്റ്. ഇതിൽ 4 പ്രോഡക്ട്സ് വരുന്നുണ്ട്. ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ, സ്ട്രെയിറ്റനിങ് ക്രീം, ന്യൂട്രലൈസിങ് മിൽക്ക്, പിന്നെ പോസ്റ്റ് ബാം. അപ്പം നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുടി നല്ലോണം വാഷ് ചെയ്യണം. ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ ഇട്ട് ഓയിൽ നല്ലോണം കളഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് ഹെയർ നല്ലോണം വാഷ് ചെയ്തെടുക്കണം. നല്ല ക്ലീൻ ആക്കി എടുക്കണം. നമ്മുടെ ഫസ്റ്റ് സാധനം വന്നു. ഇതാണ് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ. നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചാലും കുഴപ്പമില്ല. അല്ല, നിങ്ങൾ നല്ലൊരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്താലും മതി. ബ്രാൻഡ് ഒരു കാര്യമല്ല ഇവിടെ. ഞാൻ ലോറിയലിന്റെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് മുടി നല്ലോണം ഡ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഒരിക്കലും ബ്ലോ ഡ്രൈ ചെയ്യരുത്. ഹെയർ വളയ്ക്കോ അങ്ങനെ ഒന്നും ചെയ്യരുത്. ജസ്റ്റ് ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ബ്രഷ് വെച്ചും കൂടി വേണമെങ്കിൽ ഡ്രൈ ചെയ്തെടുക്കാം. ഇതാണ് എൻ്റെ നോർമൽ ഹെയർ. നല്ല ബൗൺസി ആയിട്ട് കിടക്കണ ഹെയർ ആയിരുന്നു. എനിക്ക് ഈ ലുക്കാണ് എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നത്. പക്ഷെ ഞാനിത് നേരത്തെ ഈ ഹീറ്റ് തെറാപ്പി ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കത് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് എൻ്റെ ഫുൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ വാലുള്ള കോമ്പ് എടുത്തിട്ട് മുടി ഇങ്ങനെ 2 സെക്ഷൻ ആക്കി എടുക്കുക. അപ്പം ഇങ്ങനെ വാലുള്ള കോമ്പാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും മുടി ഇങ്ങനെ വകഞ്ഞെടുക്കാനായിട്ട്. ബാക്കിലൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ കോമ്പിന്റെ വാല് വെച്ച് ഇങ്ങനെ ഒരു വര അങ്ങിട്ടിട്ട് ഇങ്ങോട്ട് 2 സെക്ഷൻ ആക്കിയാൽ കറക്റ്റ് നല്ല 2 സെക്ഷൻ ആക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് മുടി 2 സൈഡിലും നമ്മളത് ക്ലിപ്പ് ചെയ്ത് വെക്കണം. ഫസ്റ്റ് സൈഡ് ക്ലിപ്പ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ അതിനു മുന്നേ ഒരു ഏപ്രൺ അങ്ങിടാൻ പോവാം. നമ്മുടെ ഉടുപ്പൊക്കെ അഴുക്കാവാതിരിക്കാൻ, ക്രീമും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഏപ്രൺ ഇട്ടു. ഇനി അടുത്ത മുടിയും കൂടി നമ്മൾ സെക്ഷൻ ആക്കാൻ പോവാ, അടുത്ത സൈഡും കൂടി. ഇതാണ് സ്ട്രെയിറ്റനിങ് ക്രീം, നമ്മുടെ മെയിൻ തിങ്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സ്കിൻ അലർജി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. 0 നമ്പർ ക്രീമാണ് ഞാൻ കാണിച്ചത്. നമ്മളത് പൊട്ടിച്ച് ഒരു ബൗളിലോട്ട് എടുക്കുക. നല്ല വൃത്തിയായിട്ട മണമുള്ള സാധനം ഇത്. ഗ്ലൗസ് ഇട്ട് വേണം നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ക്രീമുകൾ യൂസ് ചെയ്യാൻ. ഇനി നമ്മൾ ക്രീം എടുത്തിട്ട് ആ കുഞ്ഞു പോർഷൻ മുടിയിലോട്ട് അങ്ങ് അപ്ലൈ ചെയ്യണം. ഒരു 1 സെന്റിമീറ്റർ നമ്മുടെ സ്കാൾപ്പിൽ നിന്ന് വിട്ടിട്ട് താഴോട്ട് വേണം നമ്മൾ അത് അപ്ലൈ ചെയ്യാൻ. കണ്ടോ, നമ്മുടെ മുടിയുടെ എൻഡ് പോർഷൻ വരെ അപ്ലൈ ചെയ്യണം. ക്യാമറ ഫോക്കസ് ആവണമെന്ന് ഞാൻ നോക്കണില്ല. ഞാൻ ആക്ച്വലി മിററിൽ നോക്കി ചെയ്യുന്നതുകൊണ്ട് ഫോക്കസ് ഔട്ട് ആവണുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ മോളിൽ നിന്ന് മുതൽ താഴെ എൻഡ് പോർഷൻ വരെ അപ്ലൈ ചെയ്യുക. വീണ്ടും അടുത്ത സെക്ഷൻ എടുക്കുക മുടിയുടെ. ഇങ്ങനെ കുഞ്ഞു സെക്ഷൻ ആക്കി വേണം നമുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഈ സ്ട്രെയിറ്റനിങ് ചെയ്യാന്നുള്ളത് കുറേ സമയമെടുക്കണ പരിപാടിയാണ്. അപ്പം നമ്മൾ ഒരു ദിവസം തന്നെ ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. ഒരു 3 to 5 hours എങ്കിലും വേണം നമ്മുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ചും തിക്നെസ് അനുസരിച്ചും ഫുള്ള് ഹെയറും ചെയ്യാനായിട്ട്. അപ്പൊ ഇങ്ങനെ കുഞ്ഞു സെക്ഷനായിട്ട് ഇത് മുഴുവൻ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കും. എനിക്കൊരു അരമണിക്കൂർ എടുത്തിട്ടുണ്ട് ഇത് ഫുൾ അപ്ലൈ ചെയ്ത് വരാൻ. അപ്പൊ ഞാൻ വീഡിയോ നല്ല സ്പീഡിലിട്ടാണ് കാണിക്കണേ. നോക്ക്, അങ്ങനെ ഓരോരോ കുഞ്ഞു അതൊരു 1 സെന്റിമീറ്റർ വീതിയിലുള്ള ഹെയർ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യണേ. കാരണം ഫുൾ ഹെയറിലും അത് അപ്ലൈ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ ചെയ്യുമ്പോൾ തന്നെ എടുത്തിട്ട് ഫുൾ ഹെയർ സമയം എടുക്കും ഇത് ചെയ്യാനായിട്ട്. പക്ഷെ വൺസ് നമ്മൾ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയോ രൂപ ലാഭിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, അല്ലേ? നമ്മൾ പാർലറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ തന്നെ ഒരു 3000-5000 ഒക്കെ ഇന്ത്യയിൽ ചെയ്യേണ്ട വരും. ഇവിടെ ആണെങ്കിൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ജർമ്മനിയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300+ euros ഒക്കെ കൊടുക്കേണ്ടി വരും. അതായത് ഒരു 30,000 രൂപയിൽ മുകളിലോട്ട് കൊടുക്കേണ്ടി വരും നമ്മുടെ മുടിയുടെ വലുപ്പം അനുസരിച്ച്, തിക്നെസ് അനുസരിച്ച്, ലെങ്ത് അനുസരിച്ച്. അപ്പൊ നമ്മുടെ പരിപാടി ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുള്ള് നമ്മൾ ഫ്രണ്ട് വരെ അപ്ലൈ ചെയ്തിട്ട് ഇതേ കോമ്പൗണ്ട് ഇങ്ങനെ ചീകി സ്ട്രെയിറ്റ് ആക്കി ഇട്ടിട്ട് ഇടണം മുടി. ഇനി അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ചെയ്യാം. കുഞ്ഞു സെക്ഷൻ ആക്കി എടുത്തിട്ട് ആ മുടിയുടെ 1 സെന്റിമീറ്റർ സ്കാൾപ്പിൽ നിന്ന് വിട്ട് എൻഡ് വരെ ചെയ്യുക. ഞാൻ ഗ്ലൗസ് ഒന്ന് ചേഞ്ച് ചെയ്തു. കണ്ടോ,
വീണ്ടും നമ്മളിത് ഫ്രണ്ട് വരെ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഇതേ ഫുൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ചീകി വിട്ടിട്ട് ഫുൾ ഹെയറിലും ഇതേ ക്രീം അപ്ലൈ ചെയ്യുക. ഫുള്ളും ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി തന്നെ ഇട്ട് ഫുൾ ക്രീം അപ്ലൈ ചെയ്ത് ഇടുക. കണ്ട, ഇനി നമ്മളൊരു 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ട വരും. ഇതാ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാം സ്ട്രെയിറ്റ് ആയോന്ന്. കണ്ടോ, ഒരു സ്ട്രാൻഡ് മുടി എടുക്കുക നമ്മുടെ. കണ്ടോ, ഇതാ ആ ഒരു സ്ട്രാൻഡ് നമ്മളങ്ങ് വലിക്കുമ്പോൾ കണ്ടോ ഒരു ട്രിപ്ലെക്സ്, ഒരു 3 ടൈംസ് നമ്മുടെ മുടി വലിഞ്ഞു വരും. ഇതാ ഇനി നമുക്കത് വാഷ് ചെയ്തെടുക്കാം. നല്ല ലൂക്ക് വാം വാട്ടർ, അതായത് നല്ല ചെറിയ ചൂടുവെള്ളത്തിൽ വേണം മുടി വാഷ് ചെയ്തെടുക്കാൻ. സോപ്പോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കരുത്. ആ മുടിയിൽ അപ്ലൈ ചെയ്തേക്കുന്ന ക്രീം കളയാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ വാഷ് ചെയ്യണേ. അപ്പൊ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകുമ്പം അതങ്ങ് പൊയ്ക്കോളും. അപ്പൊ ഇതുപോലെ വീതിയുള്ള പാഡിൽ ബ്രഷ് എടുത്തിട്ട് ഹെയർ ഡ്രയർ ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഹെയർ ഉണക്കിയെടുക്കുക നമ്മുടെ. കണ്ടോ, ഇതെല്ലാം നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്യുമല്ലേ, കുറേ സമയമെടുക്കും, പണിയെടുക്കണം. എന്നാലും നമുക്ക് വർത്താണ് ഇങ്ങനെ ചെയ്യണത്. ഇതൊക്കെ കണ്ടോ, മുടി ഫുള്ള് നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുക. പാഡിൽ ബ്രഷ് വെച്ച് ഫുൾ ഡ്രൈ ചെയ്തെടുക്കണം നമ്മുടെ മുടി. 2 സൈഡും. നമുക്കിപ്പോൾ ബാക്കൊക്കെ നമ്മൾ തന്നെയല്ലേ ചെയ്യണേതാ, ഫുള്ള് ഡ്രൈ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടിലോട്ട് മുടിയിട്ട് കഴുകിയതുകൊണ്ടാ. ഇതാ കണ്ടോ, ഇനി ഇപ്പോൾ ദേ ഉണങ്ങി കഴിഞ്ഞു. എൻ്റെ മുടി കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് നല്ലോണം. ഇനി നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യാൻ പോവാം മുടിയിൽ. അപ്പോൾ വീണ്ടും 2 സെക്ഷൻ ആക്കി എടുക്കുക മുടി. കണ്ടോ, ഇതാ 180 ഡിഗ്രി ഹീറ്റ് വേണം നമുക്ക്. അപ്പോൾ 180 ഡിഗ്രിയിൽ ഹീറ്റായി കഴിയുമ്പോൾ സ്ട്രെയിറ്റനിങ് അയൺ ഉപയോഗിച്ച് മുടി ഇങ്ങനെ ഹീറ്റ് ചെയ്തെടുക്കുക. കണ്ടോ, നല്ല ചൂടാക്കി ഹീറ്റ് ചെയ്ത് ഇങ്ങെടുക്കുക. കണ്ടോ, അപ്പോൾ അത് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. നമ്മൾ ഓൾറെഡി ട്രീറ്റ് ചെയ്ത മുടിയാണ്. അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ ഇതുപോലെ അയൺ ചെയ്തെടുക്കുക. അതും ഈ പറഞ്ഞ പോലെ കുഞ്ഞു സെക്ഷനാക്കി വേണം ചെയ്യാനായിട്ട്. കുഞ്ഞു സെക്ഷനാക്കി ചെയ്താൽ മാത്രമേ നമ്മുടെ എല്ലാ മുടിയിലും ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക്. കണ്ട, ഫോക്കസ് ഔട്ട് ആവുന്നുണ്ട്, സോറി. എന്നാലും നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണോ. കണ്ടോ, വീണ്ടും നമ്മളിങ്ങനെ ഓരോ സെക്ഷനായിട്ട്, കാരണം ഫ്രണ്ടിൽ ചെയ്യണം, സൈഡിൽ ചെയ്യണം, ബാക്കിൽ ചെയ്യണം. അപ്പം നമ്മൾ അതെല്ലാം നോക്കി ഇങ്ങനെ. കണ്ടോ, നമ്മുടെ ബേബി ഹെയർസ് ഒക്കെ ഉണ്ട് ഫേസിനോട് ചേർന്നുള്ള ഭാഗത്തൊക്കെ. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ ചേർത്ത് വെച്ച് അയൺ ചെയ്തെടുക്കണം. എല്ലാ മുടിയും നല്ലോണം അയൺ ചെയ്തെടുക്കണം. കണ്ട, ചൂട് പോണണ്ട, അത് കുറച്ച് നനവുണ്ട് മുടിയിൽ, അതുകൊണ്ടാണ് അങ്ങനെ പുക കാണുന്നത്. അപ്പൊ അതേ മുടിയെല്ലാം നല്ലോണം ഹീറ്റ് ചെയ്തെടുത്ത് ഫുൾ ഹെയറും ചെയ്യണം. നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും നല്ല മെനക്കെട്ട പരിപാടിയാണെന്നല്ലേ. പക്ഷെ എത്രയോ രൂപ നമുക്ക് ലാഭിക്കാം ഇങ്ങനെ. നമ്മൾ ഒരു ദിവസം മെനക്കെട്ടാ മതിയല്ലോ, ഒരു ദിവസം ഫുള്ള്. ഒരു 3, 4, 5 മണിക്കൂറൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. കണ്ട, ഫുൾ ഹെയർ ഇതുപോലെ ടോപ്പ് ടു ബോട്ടം നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന് തൊട്ട് എൻഡ് ചെയ്യണ പോർഷൻ വരെ നല്ലോണം അയൺ ചെയ്തെടുക്കണം. കൈ പൊള്ളിക്കാതെ നോക്കണം. നമ്മളിതുപോലെ ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചീകിയെടുക്കുക, സൂക്ഷിക്കുക. കണ്ടോ, ഗ്ലൗസ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എല്ലാ സെക്ഷനും കഴിയുമ്പോൾ ഗ്ലൗസ് ചേഞ്ച് ചെയ്യും, കാരണം വെറ്റായിരിക്കും, ക്രീം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഗ്ലൗസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനി അടുത്ത സൈഡ് കൂടി ഇതുപോലെ തന്നെ ഫുള്ള് ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ തെറാപ്പി കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതാണ് ക്രീം ഉപയോഗിച്ച് നമ്മൾ ഓൾറെഡി നമ്മുടെ മുടിയെ സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഹീറ്റ് ഉപയോഗിച്ചും കൂടി കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആക്കി എടുക്കുക. കണ്ടോ, ഇത് പെർമനന്റ് ഹെയർ സ്ട്രെയിറ്റനിങ് ആണ്. അതായത് ഒരു 6 months 4 months ഒക്കെ നിങ്ങളുടെ മുടി എപ്പോൾ വളർന്നു വരുന്നോ അത്രയും നാളും ഇതുപോലെ തന്നെ കിടക്കുക മുടി. ഇതാണ് അടുത്തത്, ന്യൂട്രലൈസിങ് മിൽക്ക്. ഇനി നമ്മൾ ഇതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കണ്ട, ന്യൂട്രലൈസിങ് മിൽക്ക്. അപ്പം നമ്മൾ സ്ട്രെയിറ്റനിങ് ക്രീം ഉപയോഗിച്ചും അയൺ ചെയ്തും മുടിയെ ഇപ്പോൾ കുറേ ഹീറ്റ് അല്ലേ, ഡാമേജ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ആ
മുടിക്ക് വന്ന ഡാമേജിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ഈ ന്യൂട്രലൈസിങ് മിൽക്ക് യൂസ് ചെയ്യണത്. അപ്പോൾ അതിനും നമ്മൾ ഒരുപാട് സെക്ഷൻ ആക്കേണ്ട ആവശ്യമില്ല. ന്യൂട്രലൈസിങ് മിൽക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു 4 to 6 സെക്ഷനൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കണ്ടോ, കുറച്ചധികം മുടിയെടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാതെ അതിങ്ങനെ ഒരു കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ക്രീമാണ്. അപ്പം നമുക്കതെടുത്ത് ഇങ്ങനെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് വിടാം. ഞാൻ ഇടയ്ക്ക് ചീപ്പൊക്കെ വെച്ചു അങ്ങ് ഫുൾ അപ്ലൈ ചെയ്യും. നമ്മൾ ഇടയ്ക്ക് കോംബ് ചെയ്ത് കൊടുക്കുവാണെങ്കിലും ഫുൾ ഹെയറിലോട്ട് അത് നല്ലോണം അപ്ലൈ ആയിക്കോളും. കണ്ടോ, അപ്പം അതൊരു 4 സെക്ഷൻ ആക്കി ഞാൻ ഒരു സൈഡ് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ന്യൂട്രലൈസിങ് മിൽക്ക്. ഫുൾ മോളിൽ നിന്ന് തൊട്ട് താഴെ വരെ കണ്ടോ. നമ്മൾ ചീകി കൊടുക്കുവാണെങ്കിൽ ശരിക്കും നല്ലോണം എല്ലാ മുടികളിലും അത് നല്ലോണം അപ്ലൈ ആവും. ഇനിയിപ്പം മറ്റേ സൈഡും അതുപോലെ തന്നെ ചെയ്യാം. ഒരു 5 minutes വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇനി നമ്മൾ മുടി വീണ്ടും വാഷ് ചെയ്തു. എപ്പോഴും ചെറിയ ചൂടുവെള്ളത്തിലാണ് വാഷ് ചെയ്യണേ. ഞാൻ പറഞ്ഞ പോലെ സോപ്പോ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കരുത്. ഇത് അടുത്തത് നമ്മുടെ പോസ്റ്റ് ബാം. ഇതാണ് ലാസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ ക്രീം. ഇത് ഒരു ബാമാണ്, പോസ്റ്റ് ബാം എന്ന് പറയും. ഇത് നമുക്ക് പിന്നീടും യൂസ് ചെയ്യാം. ഒരു 2 months നമ്മുടെ മുടിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ലാസ്റ്റ് ആണ് ഇത് ചെയ്യണത്. പോസ്റ്റ് ബാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മുടി 2 സെക്ഷൻ ആക്കി എടുക്കുക. പിന്നെ മുടി നമുക്ക് ഡ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആ നനഞ്ഞ മുടിയെ തന്നെ നമുക്കത് അപ്ലൈ ചെയ്യാം. ചുമ്മാ ടവൽ ഡ്രൈ മാത്രം ചെയ്താൽ മതി. അതിൽ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ കുഞ്ഞു സെക്ഷൻ ആക്കണ്ട. ന്യൂട്രലൈസിങ് മിൽക്ക് ചെയ്ത പോലെ തന്നെ ഒരു 3-4 സെക്ഷൻ ആക്കിയിട്ട് അതിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പോസ്റ്റ് ബാമും മുടിയുടെ നറിഷ്മെന്റിനും മുടിയുടെ വന്ന കേടുപാടുകളൊക്കെ കളയാനും കൂടെ വേണ്ടിയിട്ടാണ്, പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് എല്ലാം കഴിയുമ്പോൾ. അപ്പോൾ ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുൾ ഹെയറിലും അപ്ലൈ ചെയ്തു. ഇനി ഒരു 15 minutes ഇരിക്കുക. കണ്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഹെയർ നമ്മളിങ്ങനെ വാഷ് ഔട്ട് ചെയ്തെടുത്തു. ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്തു ഹെയർ. ഇനി നമ്മൾ വീണ്ടും ഡ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഹെയർ ഡ്രയർ ഉപയോഗിച്ച് പാഡിൽ ബ്രഷ് വെച്ച് ഫുൾ ഹെയറും ഡ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. നോക്കിയോ, ഫുൾ ഹെയറും നമ്മൾ ഡ്രൈ ആക്കുക. കണ്ട, നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യരുത് ഒരിക്കലും. മുടിയെ ഇങ്ങനെ വളയ്ക്കോ മടക്കോ അങ്ങനെ ഒന്നും ചെയ്യരുത്. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഉണക്കിയെടുക്കണം മുടി. ഫുൾ ഹെയറും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഉണക്കിയെടുക്കണം. കണ്ടോ, ഓൾമോസ്റ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം മുടിയെ. പരിപാടി കഴിഞ്ഞു. പക്ഷേ ലാസ്റ്റ് പരിപാടിയായിട്ട് നമ്മൾ ചെയ്യണത് ഒന്നോടെ അയൺ ചെയ്തിടും മുടിയെ. സ്ട്രെയിറ്റ് ആക്കി നല്ലോണം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ ഒന്നോടെ അയൺ ചെയ്തിടും. അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക്. പക്ഷെ അതും കൂടെ ചെയ്യുമായിരിക്കും നല്ലത്. കാരണം നമുക്കിനി ഒരു 72 hours ഹെയർ വാഷ് ചെയ്യാൻ പറ്റത്തില്ല. ഹെയറിൽ ഒന്നും അപ്ലൈ ചെയ്യാനും പറ്റത്തില്ല. ഹെയർ ഓയിൽ ഒന്നും അപ്ലൈ ചെയ്യരുത്. കണ്ടോ, വീണ്ടും 180 ഡിഗ്രിയിൽ തന്നെ നമ്മൾ ഹോട്ട് അയൺ യൂസ് ചെയ്ത് ഫുൾ ഹെയറും സ്ട്രെയിറ്റ് ചെയ്തിടുക. നല്ലോണം സ്ട്രെയിറ്റ് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് ഒരു 3 days നമ്മൾ ഹെയർ വാഷ് ചെയ്യാതിരിക്കണം. അപ്പോൾ ഒരു 3 days നമുക്ക് എന്തായാലും ഹെയർ വാഷ് ചെയ്യാൻ പറ്റത്തില്ല. ക്രീമുകളോ അല്ലെങ്കിൽ ഹെയർ ഓയിലുകളോ ഒന്നും യൂസ് ചെയ്യരുത്. മടക്കി കെട്ടരുത്. അഴിച്ചു തന്നെ ഇടണം 3 ദിവസവും. പിന്നെ അതിന് ഈ ക്രീം യൂസ് ചെയ്തതിൻ്റെ ഒരു മണം ഉണ്ടാകും. അത് ഒരു പ്രത്യേകതരം മണമായിരിക്കും. അത്ര സുഖമായിരിക്കില്ല. എന്നാലും 3 ദിവസം നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. 72 hours മുടി ക്ലിപ്പ് ചെയ്യരുത്. ചെവിയുടെ പുറകിലോട്ട് ഇങ്ങനെ കയറ്റി വളച്ച് വെക്കരുത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. കണ്ടോ, മുടിയുടെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഒരുപാട് ബേബി ഹെയർ ഉണ്ടാവും. ആ ബേബി ഹെയർ ഒക്കെ നമ്മൾ നല്ലോണം ഇതുപോലെ സ്ട്രെയിറ്റ് ചെയ്ത് വിടണം. ഈ ചീപ്പ് വെച്ച് ഇങ്ങനെ പിടിച്ച് സ്ട്രെയിറ്റ് ചെയ്താൽ മതി. കൈ പൊള്ളിക്കരുത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചീപ്പ് വെച്ചിട്ട് ഞാൻ ചെയ്യണത്. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന റിസൾട്ട് കണ്ടോളൂ. 3, 2, 1